ഹായ് ഹലോ വെൽക്കം ഓൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റ് ഡ്രൈവ് ആണ്, പാരൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രൈവ്. ഇത് ഡിസംബർ 30th നൈറ്റ് ആണ്. നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ബീച്ചിലിപ്പോൾ ധാരാളം റൈഡ്സും എക്സ്പോ ഒക്കെ വന്നിട്ടുണ്ട്. മറൈൻ വേൾഡ് കാണാൻ നമ്മളൊന്ന് പോയിരുന്നു. റിയാലിറ്റി എക്സ്പോ കാണണമെന്ന് അത് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു ടൈം കിട്ടിയില്ല. ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മൾ അത് കാണാനാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് റോഡിലും ഷോപ്സിലും ഒക്കെ ആയിട്ട് ധാരാളം ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ആയിട്ട്. അതൊക്കെ കാണുമ്പോൾ ആദ്യം അച്ഛനും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, നമുക്ക് ഇതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് അറൗണ്ട് 2 കിലോമീറ്റേഴ്സിനകത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ലേറ്റ് നൈറ്റ് ബീച്ചിലേക്ക് പോകാറുണ്ട്. ഇപ്പം നമ്മൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 10 മണി അടുത്തായിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല രീതിയിൽ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പയ്യെ ഇറങ്ങി. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാപ്പ ഇറങ്ങിയില്ല. വാപ്പയ്ക്ക് വേണ്ടുന്ന സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ ബീച്ചിലേക്ക് നടന്നു. സമയം 10 മണി കഴിഞ്ഞെങ്കിലും ബീച്ചിൽ അത്യാവശ്യം നല്ല ആളും തിരക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ റിയാലിറ്റി എക്സ്പോ നടക്കുന്ന ഏരിയയിലേക്ക് നടന്നു. പുറമേ ഒരു ഇഗ്ലൂ ഷേപ്പിലായിരുന്നു അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ ഒരു ബാച്ച് അടുത്തുണ്ടായിരുന്നു, ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ആ ബാച്ച് ഇറങ്ങിയപ്പോൾ നമ്മൾ കയറി. അകത്ത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീനായിരുന്നു. നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. പ്രോഗ്രാം തുടങ്ങി കുറച്ചായപ്പോൾ അച്ചുക്കുട്ടി കുറച്ച് ബഹളമായി. അവൾക്ക് ഡാർക്ക് ലൈറ്റ്സും സൗണ്ടൊക്കെ കേട്ടിട്ട് കുറച്ച് പേടിയാവുന്നുണ്ടായിരുന്നു. ഉമ്മക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി ലൈറ്റ്സും സൗണ്ടൊക്കെ ആയപ്പോൾ. അവൾ കുറച്ച് അധികം അലമ്പായപ്പോൾ ഞാനും ഉമ്മയും കുഞ്ഞുമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവൾ ഓക്കെ ആയി. പിന്നെ ഉമ്മക്ക് മാനേജ് ചെയ്യാം, എന്നോട് അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അകത്തേക്ക് പോയി. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് വരുന്നതിനെയൊക്കെ തൊട്ട് നോക്കാനും ചാടി പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ പേടിച്ച് നമ്മുടെ അടുത്തേക്ക് തിരിച്ച് ഓടി വരുന്നുണ്ടായിരുന്നു. ഇത് 3D ആണെന്നൊന്നും അവനറിയില്ലല്ലോ. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ കൊണ്ടുവന്നത് നന്നായും തോന്നി. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്.
പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ബീച്ചിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി അച്ചുക്കുട്ടിക്ക് ഒരു ബലൂണും വാങ്ങി നമ്മൾ കാറിലേക്ക് നടന്നു. കാറിൽ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.